ഹായ് ഗൈസ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ദുബായിൽ നമുക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ UAE-യിൽ നമുക്ക് സെൽഫായിട്ട് ജോലി കണ്ടെത്താൻ പറ്റിയ 3 വെബ്സൈറ്റുകളെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു ന്യൂസിനെ പറ്റി നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ ചെറിയൊരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് വീഡിയോ ചെയ്യുകയാണ്. സാധാരണ UAE-യിൽ അത്യാവശ്യം, ഏഷ്യയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു കൺട്രിയാണ് UAE. ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ജോബിന് ട്രൈ ചെയ്യുന്നുണ്ട്. എളുപ്പത്തിൽ ജോലി കണ്ടെത്താൻ പറ്റിയ 3 വെബ്സൈറ്റുകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് ഇൻഡീഡ് ആണ്. ഇൻഡീഡ് ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് ഒരുപാട് കൺട്രീസിലുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇൻഡീഡ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ് ഡബ്സിൽ. ഡബ്സിൽ നമ്മുടെ നാട്ടിലെ OLX പോലെയുള്ളൊരു സൈറ്റാണ്. തന്നെ യൂസ്ഡ് കാസ്, അതുപോലെ പ്രോപ്പർട്ടീസ്, പിന്നെ നമ്മൾ റൂം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതും, അതുപോലെ നോർമലായിട്ടുള്ള ജോബ് ഓഫർ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഒട്ടുമിക്ക OLXിലുള്ള ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഡബ്സിൽ നമുക്ക് പോസിബിൾ ആണ്. മൂന്നാമത് വരുന്നത് സ്കിൽബി ആണ്. സ്കിൽബി ആണ് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും, അതുപോലെ ജോബ് ഓഫറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റുന്നതും. കാര്യം സ്കിൽബി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇപ്പോൾ എന്താ പറയുക, ഗൾഫ് കൺട്രീസിലെ വേക്കൻസീസാണ് കൂടുതലും കാണിക്കുന്നത്. ഈ 3 വെബ്സൈറ്റിനെ പറ്റി നമ്മൾ ഒന്ന് ബ്രീഫായിട്ട് പറയുകയാണ്. പിന്നെ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ചിലപ്പോൾ കമൻസ് വരാൻ ചാൻസ് ഉണ്ട്, ദുബായിൽ തീരെ ജോലി കിട്ടുന്നില്ല, 2 മാസമായിട്ട് ജോലിക്ക് വന്നിട്ട് ജോലി കിട്ടുന്നില്ല, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറേ നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് എല്ലാ രാജ്യത്തിനും നെഗറ്റീവ് ഉണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഇന്ത്യയിലുള്ള ഇത്രയും ആൾക്കാർ പുറത്തോട്ട് ജോലിക്ക് പോകുന്നത് തന്നെ ഇന്ത്യയിൽ ജോലി ഇല്ലാത്തതുകൊണ്ടാണ്, എന്ന് വെച്ചാൽ അവർക്ക് പറ്റിയ ജോലി കിട്ടാത്തതുകൊണ്ടാണ്. അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ കേസ് നോക്കിയാലും, കാനഡയുടെ കേസ് നോക്കിയാലും, ഓസ്ട്രേലിയയുടെ കേസ് നോക്കിയാലും, ഏത് സ്ഥലത്തോട്ട് നമ്മൾ വിളിച്ച് ചോദിച്ചാലും അവരൊക്കെ പറയും ഇവിടെ ജോലി കിട്ടുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, തീരെ പറ്റുന്നില്ല എന്നൊക്കെ. പക്ഷേ അവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓരോ ദിവസവും ഒരുപാട് ആൾക്കാർ ജോലിയിൽ കയറുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ജോലി കിട്ടാനുള്ള ഓപ്ഷൻസാണ് നമ്മൾ ഇതേപോലെ വീഡിയോ രൂപത്തിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല, കാര്യം എളുപ്പത്തിൽ ജോലി കിട്ടുന്നുണ്ടല്ലോ, പിന്നെ വീഡിയോയുടെ ആവശ്യമില്ല. ഇതുപോലെ ഓപ്ഷൻ അപ്പോൾ എല്ലാവരും ആവശ്യമില്ല വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്കിൽബി ആപ്ലിക്കേഷനെ പറ്റി നോക്കാം. അപ്പോൾ സ്കിൽബി ആപ്ലിക്കേഷനും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ സ്കിൽബി മെയിനായിട്ട് UAE അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസിലെ വേക്കൻസീസാണ് കൂടുതലും കാണിക്കുന്നത്. ഏകദേശം 1 മില്യൺ ഡൗൺലോഡ്സ് ഉണ്ട്. അപ്പോൾ സ്കിൽബി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക നിങ്ങൾ ഫസ്റ്റ്. എന്നിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫൈൽ സെറ്റ് ചെയ്യുകയാണ് വേണ്ടത്. പ്രൊഫൈൽ കറക്റ്റ് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ജോബ് റോൾ, എക്സ്പീരിയൻസ്, സാലറി, അതുപോലെ കറന്റ് ലൊക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുക. ഫസ്റ്റ് ജോബ് റോൾ ഒന്ന് സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരുപാട് ഒക്യുപ്പേഷൻസ് ഇതിൽ കാണുന്നുണ്ട്, ഒരുപാട് ഫീൽഡ് കാണുന്നുണ്ട്. തൽക്കാലം ഞാൻ അക്കൗണ്ടൻറ്റ് എന്നുള്ള ആ ഒരു ഒക്യുപ്പേഷൻ എടുക്കുകയാണ്. അതിൽ ഞാൻ ജൂനിയർ അക്കൗണ്ടൻ്റ് ആണെന്ന് എൻ്റെ ജോബ് സെറ്റ് ചെയ്തു. പിന്നെ എക്സ്പീരിയൻസ്, സാലറി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ, ഞാനിപ്പോൾ ഫ്രഷറാണ് കൊടുത്തത്, എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. പക്ഷേ ഇത് നോക്കണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് റിസൾട്ട് വരിക പല ടൈപ്പിലായിരിക്കും. എന്നിട്ട് ജോബ് സെക്ഷനിൽ പോവുക. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഓഫേഴ്സ് ഇങ്ങനെ കാണാൻ പറ്റും. കോസ്റ്റ് കൺട്രോളർ, അതുപോലെ തന്നെ സീനിയർ അക്കൗണ്ടൻറ്റ്, പിന്നെ കുവൈറ്റിലും അതുപോലെ തന്നെ UAE-ലും പിന്നെ ഒമാനിലൊക്കെ, എന്ന് വെച്ചാൽ GCC-ലുള്ള പല രാജ്യത്തുമുള്ള വേക്കൻസി ഇതിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഒമാനിൽ ഒരു വേക്കൻസി ഉണ്ട്. ഏകദേശം 50,000 മുതൽ 55,000 INR ആണ് സാലറി ആയിട്ട് കിട്ടുന്നത്. ഇൻ്റർവ്യൂ വരുന്നത് മഹാരാഷ്ട്ര, മുംബൈയിലാണ് ഇൻ്റർവ്യൂ വരുന്നത്. ഇനിയിപ്പോൾ UAE-ൽ വേറൊരു വേക്കൻസി ഉണ്ട്. അതിൻ്റെ ഇൻ്റർവ്യൂ ലൊക്കേഷൻ വരുന്നത് ഷാർജയിലാണ്. ഇതിന് ഏകദേശം സീനിയർ അക്കൗണ്ടൻ്റ് ആണ്. 3,000 മുതൽ 5,000 ദിർഹംസ് വരെ സാലറി കിട്ടുന്ന ഒരു ജോബാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്ത്യയിൽ പോസിബിൾ ആവുന്ന ഇത് നോക്കും. ഇതിൽ ചാർജ് റെക്കോർഡ് ആട്ടോ. ചാർജ് റെക്കോർഡുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഷാർജയിൽ ഇൻ്റർവ്യൂ ഉള്ള സീനിയർ അക്കൗണ്ടൻറ്റിൻ്റെ ആ ഒരു വേക്കൻസി. ഈ ഒരു വേക്കൻസിക്ക് ചാർജസ് ആണ്, ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ ഏജൻസീസും ജോബ് പബ്ലിഷ് ചെയ്യും, കമ്പനീസും ജോബ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഇതിൽ ചാർജ് ഉള്ളതും ഉണ്ടാവും, ഇല്ലാത്തതും ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളൊന്ന് കറക്റ്റ് നോക്കിയിട്ട് ചെയ്യുക ഏതാണെന്ന്. ഞാനിപ്പോൾ ജസ്റ്റ് ദുബായിൽ ഇൻ്റർവ്യൂ ഉള്ള ഇതൊന്ന് കാണിച്ചു തരാം. ഇതിൽ ഒറ്റ പേയ്മെൻറ്റ് പോലും ഇല്ലാതെ നമുക്ക് വിസ എടുക്കാൻ പറ്റും. ലൊക്കേഷൻ എവിടെ വരുന്നത് കാണാം, അതുപോലെ ഇൻ്റർവ്യൂ ലൊക്കേഷൻ കാണും. പിന്നെ ഇതിലെ ബാക്കി ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് വേണ്ടത്, അതൊക്കെ എക്സ്പീരിയൻസ് ഫ്രഷർ ആണെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നതാണ് പറഞ്ഞത്. അക്കൗണ്ട്സ് മാനേജർ ആട്ടോ. പറ്റുന്നവരെ ഡയറക്റ്റ്, ഇപ്പോൾ ദുബായിലുള്ള ആൾക്കാർക്കല്ലേ ഇത് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഡയറക്റ്റ് കമ്പനി വിസിറ്റ് ചെയ്തിട്ട് ആ ഒരു ബേസിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. വാട്സപ്പ് വഴി നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. എല്ലാ കമ്പനീസും അല്ല, ചില കമ്പനീസൊക്കെ. പിന്നെ ചിലത് ജോബ് ഫില്ലായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ മുംബൈയിൽ നമ്മളൊന്ന് കണ്ടത്, ഓക്കെ, ഒമാൻ്റെ ഒരു വേക്കൻസിയാണ്. ഇത് പേയ്മെൻറ്റ് ആഫ്റ്റർ വിസയാണ്. വിസ കിട്ടിയതിന് ശേഷം നമ്മൾ പേയ്മെൻറ്റ് കൊടുത്താൽ മതി. 3 മുതൽ 5 വർഷം വരെ എക്സ്പീരിയൻസ് ഉണ്ടാവണം. ലൊക്കേഷൻ ഒമാനാണ് വരുന്നത്. ജോബ് ലൊക്കേഷൻ ഒമാനാണ് വരുന്നത്. ഇൻ്റർവ്യൂ ലൊക്കേഷൻ മുംബൈയാണ് വരുന്നത്. ഇതിൽ വേണ്ട ബാക്കി ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ജോബ് ബെനിഫിറ്റ്, ഫ്രീ അക്കോമഡേഷൻ, അതുപോലെ ഫ്രീ വിസ, ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ അന്വേഷിക്കേണ്ടത് എന്താ പറയുക, ഏജൻസിയെ പറ്റിയാണ്. ഏജൻസി ജെന്യൂനാണോ, ആ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കുക. എക്സ്പീരിയൻസിലുള്ള ഏജൻസിയാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. സോ സിമ്പിളായിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഇൻഡീഡ്.
ഗൈസ്, അപ്പോൾ ഇൻഡീഡ് വെബ്സൈറ്റിന് ആപ്ലിക്കേഷൻ ഉണ്ട്. സോ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ് ആണ് നോക്കുന്നതെങ്കിൽ ആപ്ലിക്കേഷൻ തന്നെ മതി. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ജർമ്മനിയിലോ അല്ലെങ്കിൽ ഓസ്ട്രിയ, യൂറോപ്യൻ കൺട്രീസിലൊക്കെ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും. കാര്യം ലാംഗ്വേജ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഇത് ഏകദേശം 100 മില്യൺ ഡൗൺലോഡ്സ് ഉള്ളൊരു ആപ്ലിക്കേഷൻ കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫൈൽ സെറ്റ് ചെയ്ത് വെക്കുക. അതായത് നിങ്ങളുടെ റെസ്യൂമ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഇതിൽ ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു 3 ലൈൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൺട്രി അതുപോലെ ലാംഗ്വേജ് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ യു എ തന്നെയാണ് കൊടുക്കുന്നത്. യു എ മാത്രമല്ല, അർജൻറ്റീന, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, ഓസ്ട്രിയ, അതുപോലെ ബ്രസീൽ, ഇങ്ങനെയുള്ള ഒരു ഒട്ടുമിക്ക യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിലും സൗത്ത് അമേരിക്കൻ കൺട്രീസ് ആണെങ്കിലൊക്കെ ഇവിടേക്കുള്ള ഇന്ത്യ ആണെങ്കിൽ കൂടെ ഇവിടേക്കുള്ള വേക്കൻസീസ് ഈ ഒരു ഇന്ത്യയിൽ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഇംഗ്ലീഷ് എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കാം. ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെ കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ കൊടുക്കുന്നത് ജൂനിയർ അക്കൗണ്ടൻ്റ് കേട്ടോ. വേക്കൻസി ലൊക്കേഷൻ കൊടുക്കുന്നത് ദുബായ് ആണ്. അപ്പോൾ ഇവിടെ കുറച്ച് ജോബ് ഓഫേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. സോ നമ്മളൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഇത് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറയുന്നില്ല. പിന്നെ ഒട്ടുമിക്ക ജോബ്സിനും സാലറി അവർ ജോബ് ഓഫറിൽ കൊടുക്കാൻ ചാൻസ് ഇല്ല. ഓൺലൈനിൽ പബ്ലിഷ് ചെയ്യുന്ന ജോബ് ഓഫർ ആണെങ്കിൽ, ജോബ് വേക്കൻസി ആണെങ്കിൽ കൂടുതലും അവർ സാലറി കൊടുക്കാൻ ചാൻസ് ഇല്ല. എന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. റിക്വയർഡ് സ്കിൽസ് എന്തൊക്കെയാണ് വേണ്ടത്, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, പിന്നെ ജസ്റ്റ് ഈ വിസ സ്പോൺസർഷിപ്പ് ആണോ അല്ല എന്നൊക്കെ നമുക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു കമ്പനി ഏതാണോ കമ്പനിയുടെ സൈറ്റിൽ പോയി ആപ്ലിക്കേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഇൻഡീഡ് വഴി തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാം. കൂടുതലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ പാസ്സാകുകയാണെങ്കിൽ ഓക്കെ, ആ ഒരു ബേസിൽ ജോബിന് കയറുക. കൂടുതലും ഒട്ടുമിക്ക എല്ലാ ജോബ്സിനും ഇൻ്റർവ്യൂ ഉണ്ടാവും, ഓൺലൈൻ ആണെങ്കിലും അതുപോലെ ഓഫ്ലൈൻ ആണെങ്കിലും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ക്യാഷ് വാങ്ങുന്ന എന്താ പറയുക, വിസ ഫീസൊക്കെ വരുന്ന ജോബ്സ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമ്പനിയെ പറ്റി നിങ്ങൾക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ ജോബ് മാത്രമല്ല, വേറെ നിങ്ങളുടെ എന്ത് ഒക്യുപ്പേഷൻ കൊടുത്താലും ഇതിലൊക്കെ വേക്കൻസീസ് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഡെലിവറി ഡ്രൈവർ കൊടുത്താൽ അതിനും വേക്കൻസീസ് കാണാൻ പറ്റും. സോ ഇത് സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ കേട്ടോ. ഇനി നമുക്ക് ഡബ്സിൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഡബ്സിൽ ആപ്ലിക്കേഷനും നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഡബ്സിലും ഏകദേശം ഇന്ത്യയുടെ പോലെ തന്നെ വെബ്സൈറ്റും അതുപോലെ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. പക്ഷേ ഡബ്സിൽ കൂടുതലും യു എയിലുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. കൂടുതലും കേട്ടോ, മറ്റേ അറിയാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. പിന്നെ ഇവിടെ ഇത് നമ്മുടെ നാട്ടിലെ OLX പോലെ തന്നെയുള്ള ഒരു സൈറ്റാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. മെയിനായിട്ട് ഇപ്പോൾ പ്രോപ്പർട്ടി, റെൻറ്റ്, അതുപോലെ സെയിൽ, പിന്നെ നിങ്ങൾക്ക് അക്കോമഡേഷൻ നോക്കുന്നുണ്ടെങ്കിൽ റൂംസ് ഫോർ റെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഫർണിച്ചർ, അതുപോലെ വാഹനങ്ങൾക്ക് നമുക്ക് ഇതിലൂടെ വാങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ട ജോബാണ്. ജോബിൻ്റെ കേസ് ക്ലിക്ക് ചെയ്യുക, ഫൈൻ ജോബ്സ് കൊടുക്കുക. അപ്പോൾ അതിൽ ഞാനിവിടെ ജസ്റ്റ് ഒരു ഇത് കൊടുക്കുകയാണ്, ജൂനിയർ അക്കൗണ്ടൻറ്റ് ജോബ്സ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഇഷ്ടംപോലെ വേക്കൻസീസ് കാണാൻ പറ്റും. പിന്നെ ഇതിൽ ഈ ഒരു ഡബ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ജോബ്സിനും സാലറി ഇവർ കൊടുക്കും കേട്ടോ, എത്രയാണെന്നുള്ള. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു ജോബ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജൂനിയർ അക്കൗണ്ടൻ്റ് ആണ്. 2000 മുതൽ 4000 ദിർഹംസ് വരെ സാലറി കിട്ടുന്നൊരു ജോബാണ്. അതായത് ഡബ്സിൽ വേറൊരു കാര്യമുണ്ട്, ഒരു ജോലി കൊടുക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം എത്ര മുതൽ എത്ര വരെ ശമ്പളം കൊടുക്കുന്നുള്ള ഒരു ഡീറ്റെയിൽ എംപ്ലോയർ കൊടുക്കണമെന്നുണ്ട്. ചിലതിൽ എന്താ പറയുക, അത് ആവശ്യമില്ല. ഇതിന് ഏകദേശം 656 ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുവരെ എത്രത്തോളമാണ് വേക്കൻസി ഉള്ളതെന്ന് കണ്ടിട്ടില്ല. ഡിസംബർ 2 പോസ്റ്റ് ചെയ്തതാണ്. ഇതിൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കാണും. ഇൻ്റർവ്യൂ എങ്ങനെയാണ് വരുന്നത്, അതുപോലെ എന്തൊക്കെ സ്കിൽസ് വേണം, ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ വേണം, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും. ഏകദേശം 200 മുതൽ 500 വർക്കേഴ്സ് വരെയുള്ള കമ്പനിയാണ്. പിന്നെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സിമ്പിളാണ്, ജസ്റ്റ് അപ്ലൈ ചെയ്യുക, നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ കമ്പനി ഏതാണോ അത് നോക്കുക, എന്നിട്ട് ആ കമ്പനിയുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മുഖേന കോൺടാക്ട് ചെയ്യാനും പറ്റും. പിന്നെ ഇതല്ലാതെ നമ്മളിപ്പോൾ ലോക്കൽ ജോബ് നോക്കുകയാണെങ്കിലും അതിനും ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇനി അതല്ലാതെ ലോക്കലല്ലാതെ ഇപ്പോൾ ഡ്രൈവർ ജോബ് നോക്കുകയാണെങ്കിൽ ഡെലിവറി ഡ്രൈവേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള വേക്കൻസി നമുക്ക് കാണാൻ പറ്റും. അതിനും ഏകദേശം ശമ്പളം സെയിം ആയിട്ട് വരുന്നത്, സെയിം അല്ല, കുറച്ച് മാറ്റം ഉണ്ടാവും, എന്നാലും ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്. ഇതിനും ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനും ഈസിയാണ്. കമ്പനി സൈസ് വരുന്നത് 10 മുതൽ 50 വരെയാണ്, ചെറുതാണ്. ഒരു ഇന്ത്യൻ കമ്പനിയാണെന്ന് തോന്നുന്നു. ഏകദേശം 866 ആൾക്കാർ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടുതലും ഫ്രീ വിസയിൽ പോകാൻ പറ്റുന്ന ഓപ്ഷൻസ് പോസിബിൾ ആണ്. അപ്പോൾ ഓക്കെ ഗൈസ്, എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പറ്റുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.